ഒഫൻസ് ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരു പൈസ പോലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും വീട്ടിൽ കൊണ്ടുപോകാനോ കൈകാര്യം ചെയ്യാനോ സാധ്യമല്ല. കാരണം അതിൻ്റെ സമയമുണ്ട്. ഞാൻ ഈ പോസ്റ്റ് മെഷീൻ രാവിലെ 8 മണിക്ക് എൻ്റെ സ്റ്റേഷനിൽ നിന്ന് കൈകാര്യം ചെയ്യാനായിട്ട് എടുത്തു. അതിപ്പം ഒറിജിനൽ SI-മാരാണ് കൈകാര്യം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ SI റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ. അദ്ദേഹം അത് സ്റ്റേഷനിൽ നിന്ന് എടുത്ത് തിരികെ എപ്പോൾ അദ്ദേഹം ഡ്യൂട്ടി കഴിഞ്ഞ് ഈ മെഷീൻ അവിടെ കൊണ്ട് കൊടുക്കുന്നോ അപ്പോൾ അതിൻ്റെ സമ്മറി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഓട്ടോമാറ്റിക് പ്രിൻറ്റിംഗ് ആണ്. ആ സമ്മറിയിലേക്ക് അയാൾ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ ആ സമ്മറി ഞെക്കി അതിൻ്റെ ഡീറ്റെയിൽ എടുക്കും. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയും, സാർ ഇന്ന് ഒരു 5000 രൂപ ഉണ്ടല്ലോ, 5000 രൂപ, ആ 5000 രൂപ കൃത്യമായി എൻ്റെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ടോ, അതിനകത്ത് പെൻഡിങ് ഉണ്ടോ, എത്ര ക്യാഷ് റെസിപ്റ്റ് ചെയ്ത്, എല്ലാം കൃത്യമായി അതിൽ വരും. ഇതിനകത്തൊരു തട്ടിപ്പോ നടപടിയോ നടക്കില്ല. അത് പൊതുജനങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഞങ്ങൾ ആരും ഈ പൈസ എങ്ങും കൊണ്ടുപോകുന്നില്ല. ഇതിന് കൃത്യമായ ബില്ലിംഗ് ഉള്ളതാണ്. കാരണം അല്ലെങ്കിൽ ഇത് നിയമ നടപടികൾ നേരിടേണ്ടി വരും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തലത്തിലല്ല അത് ചിലപ്പോൾ സർവീസിനെ തന്നെ ഗുരുതരമായി ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ആരും തന്നെ ഇതിനകത്തൊരു കൃത്രിമമോ പിന്നെ പൊതുവായി ചെല്ലാൻ വ്യവസ്ഥകളൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അത് വേറെ ആരുടെയും കുഴപ്പമല്ല. ഞാൻ ഈ ആദ്യം പറഞ്ഞ ഒരു കാര്യം ഇതിനകത്ത് നിൽപ്പുണ്ട്. ഈ പോസ്റ്റ് മെഷീൻ വെച്ച് നിങ്ങളൊരു ഒഫൻസ് ചെയ്യുമ്പോൾ അത് ആവർത്തിക്കുന്ന സന്ദർഭങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ 1000 രൂപ അടയ്ക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് 2000 രൂപയായി വരുന്ന സമയത്ത് നിങ്ങൾ തന്നെ കയ്യെ കാല പിടിക്കാൻ നോക്കും, സാറേ ചതിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ചില സംവിധാനങ്ങളിൽ ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒരാൾക്ക് അനുകൂലമായി എന്തെങ്കിലുമൊക്കെ ചെയ്തു വരുന്ന അതിനെ ഉയർത്തിപ്പിടിച്ച് പലപ്പോഴായും പല വിവാദങ്ങളുമൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ഞാൻ അതിനെക്കുറിച്ച് വിവാദമായൊന്നും പറഞ്ഞത്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇതിൽ ഒരു പൈസ പോലും ഒരു ഉദ്യോഗസ്ഥൻ അത് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന് എടുക്കാൻ സാധ്യമല്ല. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ധനപരമായ ഒരു കാര്യങ്ങളും നടക്കുകയില്ല. നിങ്ങൾ രൂപയുമായിട്ട് വന്ന് ഫൈൻ അടയ്ക്കാൻ സാധ്യമല്ല. കാരണം അതിൽ ഇന്ന് പൈസ മേടിച്ച് ഫൈൻ അടയ്ക്കുന്ന രീതി ഇന്ന് ഈ പോസ്റ്റ് മെഷീനില്ല. ഒന്നുകിൽ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യണം, അതല്ലെങ്കിൽ നിങ്ങളുടെ കാർഡ് സ്വൈപ്പ് ചെയ്യണം.